ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിവിടെ കാണാൻ പോകുന്നത് നമ്മളിന്ന് ആവേശം സിനിമയാണ് കാണാൻ പോകുന്നത്. നമ്മളിന്ന് ലുലു മാളിലാണ് കേട്ടോ കാണാൻ പോകുന്നത്. ഞാൻ കുറേ ദിവസം കാണണമെന്ന് വിചാരിച്ച സിനിമയാണ്. അപ്പോൾ നമുക്കിനി പോകുമ്പോൾ കാണാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ, പള്ളി എത്താറായി. ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ ഗായ്സ്, ഇനി നമ്മൾ അവിടെ പോകും. ഓക്കെ, നമ്മളിതാ ഇവിടെ ലുലു മാൾ എത്തി ഗായ്സ്, എത്താറായി. നമുക്ക് പാർക്കിങ്ങിലോട്ടാണ് പോവേണ്ടത്. ലുലു മാളിൽ ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യമാണ് കേട്ടോ പറഞ്ഞത്, അല്ലാതെ അതിന് ഇതായിട്ടൊന്നും വന്നിട്ടില്ല ലുലുവില്. നമ്മൾ പാർക്കിങ് ചെയ്യാൻ വേണ്ടി അമ്മ വന്നിട്ടുണ്ട്. നമ്മളിതാ ഇവിടെ നമ്മൾ നിൽക്കുന്നതിന് നേരെയാണ് പാർക്ക് ചെയ്യണത്. ഇവിടെയാണെങ്കിൽ നമ്മൾ വന്നപ്പോഴേക്കും അധികം ആൾക്കാരൊന്നും ഇല്ല ഗൈസ് പാർക്ക് ചെയ്തിട്ട്. അപ്പൊ നമ്മളിതാ ലുലു മാളിൽ കയറി, നമ്മൾ ബാക്ക് സൈഡിലൂടെയാണ് കേട്ടോ കയറിയത്. അപ്പൊ നമ്മൾ ഇനി പോയിട്ട് തിയേറ്ററിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. എന്നിട്ട് അവിടെ പോയി കുറെ കറങ്ങണം ചെയ്യണം. അപ്പൊ നമ്മൾ അമ്മയുടെ ഹായ് പറയാൻ പറഞ്ഞ നമ്മൾ ഹായ് പറയുന്നുണ്ട് ഗൈസ്. അതെപ്പോഴാണ് കണ്ടത്. ഇനി അവിടെ പോയിട്ട് എല്ലാം ചുറ്റി കറങ്ങി കാണണം ഗൈസ്. ഞാൻ ലുലുവിൽ വന്നത് ഈ കറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ഗൈസ്, അപ്പൊ ഇതാണ് ഞാൻ വന്നപ്പോ കണ്ടത്. ഫ്രണ്ടിൽ തന്നെ സ്കൂളിന്റെ ഇതുണ്ടായിരുന്നു കേട്ടോ. സ്കൂളിൽ തുറക്കണതിന്റെ ഒരു ആംബിയൻസ് ഉണ്ടായിരുന്നു. സ്കൂൾ തുറക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ബുക്ക്, പെൻസില്, സ്കെയില്, അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ടായിരുന്നു. അമ്മ ബാഗാണ് നോക്കിക്കൊണ്ടിരുന്നത്. ബാഗ് മേടിക്കണമെന്നുണ്ടായിരുന്നു. അപ്പൊ അമ്മ കുറെ സ്ഥലങ്ങളിലോട്ട് കുറെ ബാഗിന്റെ ഇതുണ്ടായിരുന്നു. ഓരോ സെക്ഷനിൽ ഓരോ ബാഗുകളായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അമ്മ കുറെ ബാഗൊക്കെ നോക്കി. പിന്നെ ഞാൻ കുറെ കളർ പെൻസില് അത് ഇതൊക്കെ നോക്കി, ബോക്സസ് നോക്കി, പിന്നെ വാട്ടർ ബോട്ടില് പലതരം ഉണ്ടായിരുന്നു ഗൈസ്. ഞാൻ ഇങ്ങനത്തേക്ക് ആദ്യമായിട്ടാണ് കാണുന്നത്. പലതരം വാട്ടർ ബോട്ടിൽസ് ഉണ്ടായിരുന്നു. പിന്നെ കുറെ ലഞ്ച് ബോക്സ് ഒക്കെ കണ്ടു. കുറെ കൊള്ളായിരുന്നു ഗൈസ്. എൻ്റെ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ 2-3 ഇങ്ങനത്തെ ഇതാണ് ഞാൻ പറഞ്ഞ കൊറിയൻ ബോക്സ്. പിന്നെ കുറെ കാറിന്റെ ബോക്സ്, അങ്ങനെ യൂണിക്കോൺസിന്റെ അങ്ങനെ കുറെ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ നോക്കിയിരുന്നു. പിന്നെ ആക്ടിവിറ്റി ബുക്ക് ഉണ്ടായിരുന്നു, പിള്ളേർക്ക് പഠിക്കാനുള്ള കളറിങ് ബുക്ക്, അങ്ങനെ കുറെ ഉണ്ടായിരുന്നു. പിന്നെ ബാഗൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മെയിനായിട്ട് അകത്ത് കയറിയത്. അത് ഞങ്ങൾ നോക്കിയിട്ട് ഇനി ഇതാ ഇവിടെ നിന്ന് ഞങ്ങൾ പുറത്ത് മുകളിൽ പോകണം. മുകളിൽ പോയിട്ട് വേണം ഇനി ചോദിക്കാൻ ഗൈസ് എവിടെയാണ് PVR എന്ന് ചോദിക്കാം. ഇനി അതിനു മുമ്പ് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോകണം, ഹൈപ്പർ മാർക്കറ്റിൽ പോകണമായിരുന്നു. ഹൈപ്പർ മാർക്കറ്റിൽ കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓരോ സ്ഥലം വെച്ച് നോക്കുക, ഏതാണ് എൻട്രൻസ് എന്നറിയാതെ തപ്പി നടക്കുമായിരുന്നു. ഈ ഓരോ സൈഡും പോയി നോക്കും. ഇവിടെ നിന്ന് അപ്പുറത്ത് പോയി ഒരു സ്റ്റെപ്പ് എടുത്ത് നോക്കും. അവിടെ നോക്കുമ്പോൾ ഒരു വലിയൊരു ഓപ്പൺ. അപ്പൊ നമുക്ക് അവിടെ ചോദിക്കുമ്പോൾ പറയും ഇവിടെ എൻട്രൻസ് അങ്ങറ്റാണെന്ന്. എന്നിട്ട് ഞങ്ങൾ ബാക്ക് സൈഡിലൂടെയാണ് കയറിയത്. അപ്പൊ ഭയങ്കര ലോങ് ആണ്, എൻട്രൻസിനും ബാക്ക് സൈഡിനും ഭയങ്കര ലോങ് അല്ലേ. അപ്പൊ അതുകൊണ്ട് എൻട്രൻസിലോട്ട് വന്ന് ഞങ്ങൾ വിചാരിച്ചില്ല എത്ര സാധനങ്ങൾ എടുക്കാൻ പറ്റും. നമുക്ക് അകത്ത് പോയി നോക്കാം. ഓക്കെ ഗൈസ്, ഞങ്ങൾ ഇവിടെ കയറി ഇങ്ങനെ നോക്കുവാണ്. നല്ല സാധനമൊന്നും കിട്ടില്ല, എടുക്കൂല അധികം സാധനമൊന്നും. അത് വേറെ വിഷയം ഗൈസ്. കുറച്ച് സ്നാക്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറാന്നാണ് വിചാരിച്ചത്. ഇപ്പൊ ഇനി എന്തായാലും ഒരു പിടുത്തവും ഇല്ല. അമ്മയാണല്ലോ നോക്കണത്. പിന്നെ നമുക്ക് കുറെ പാത്രങ്ങൾ നോക്കി. എനിക്ക് എന്തെങ്കിലും എന്നോട് ഗൈസ് ഇപ്പൊ സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇവര് പാത്രം നോക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് ഗൈസ്. എന്നറിയില്ല. ഇനി നമുക്കിനി സ്നാക്സ് സെക്ഷനിൽ പോയിട്ട് കാണാം. ഓക്കെ ഗൈസ്. ഓക്കെ, അപ്പൊ നമ്മൾ സ്നാക്സ് സെക്ഷനിൽ വന്നേ. എന്റെ ഫേവറേറ്റ് സെക്ഷനാണ് കേട്ടോ ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സ്നാക്സ് സെക്ഷനിൽ വന്ന ഓരോ സ്നാക്സ് നോക്കുന്നത്. നമ്മളിങ്ങനെ കാണാത്ത കുറെ സ്നാക്സ് ഒക്കെ കാണുമല്ലോ. അപ്പൊ അതെടുത്ത് ഞാൻ നോക്കും, റേറ്റ് ഒക്കെ നോക്കും. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. ന്യൂട്ടലയുടെ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. കാണിക്കണമെന്നുണ്ടായിരുന്നു ഗൈസ്, ഭയങ്കര വിലയായിരുന്നു. കാഡ്ബറിയുടെ കുറെ ബിസ്ക്കറ്റ് കണ്ട്, അങ്ങനെ കുറെ ഡാർക്ക് ഫാന്റസി ഉണ്ട്. നമ്മളിത് അവിടെ ഡാർക്ക് ഫാന്റസി 2 ഡാർക്ക് ഫാന്റസി അമ്മ എടുത്ത് കൈ വെച്ചിട്ടുണ്ടായിരുന്നു, ഏതെടുക്കണമെന്ന് നോക്കണമെന്ന്. പിന്നെ അങ്ങനെ നോർമൽ ഡാർക്ക് ഫാന്റസിയാണ് എടുത്തിരുന്നത്. ഞാൻ അവിടെയും ചുറ്റിക്കറങ്ങി. എന്റെ ഫേവറേറ്റ് സെക്ഷൻ ആയിട്ട് തന്നെ ഞാൻ കുറെ നേരം അവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി ഗൈസ്. ഇനി നമുക്ക് മുകളിൽ കയറി പോകണം. എസ്കലേറ്റർ വഴി പോയിട്ട് വേണം അവിടെ പോയി ചോദിക്കാൻ. ഓക്കെ ഗൈസ്, ബില്ലടിക്കാന കാര്യം പറയാൻ വന്നത്. പിന്നെ ഇവിടെയാണ് കുറച്ച് ബബിൾ ഗംസ് ഒക്കെ ഇരുന്നത്. സ്റ്റിക്കേഴ്സ്, ബബിൾ ഗംസ്, സ്കിറ്റിൽസ്, അതിന്റെ പേര് ക്ലിയർ ആയിട്ട് അറിയില്ല. ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബില്ലടിച്ചിട്ട് സെക്കൻഡ് ഫ്ലോറിലോട്ട് കയറി. ഫസ്റ്റ് ഫ്ലോറിലോട്ട് കയറി. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലോട്ട് കയറി. ഇവിടെ നിന്ന് ഇനി ചോദിക്കണം കേസ് എവിടെയാണ് PVR എന്ന് ചോദിക്കണം. ഇവിടെ ഇനി ഞങ്ങൾ കുറെ നേരം തപ്പി നടന്നു കേസ് എവിടെയാണ് PVR എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തപ്പി നടക്കുമായിരുന്നു. അങ്ങനെ അവിടെ നോക്കിയപ്പോഴത്തേക്ക് അവിടെ സൂട്ട് കേസ് ഉണ്ടായിരുന്നു കേട്ടോ കേസ്. അപ്പൊ സൂട്ട് കേസ് നോക്കണമെന്ന് പറഞ്ഞിട്ട് അമ്മ കുറെ നേരം അവിടെ കയറി നിന്നു. അപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ നോക്കിയപ്പോഴത്തേക്ക് അവിടെ ലെൻസ് കാർട്ട് പോലത്തെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതും നോക്കി. പിന്നെ അവിടെ മൊത്തം ചുറ്റിക്കറങ്ങി നോക്കുമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഇനി അവിടെ പോയിട്ട് PVR ഇത് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുകളിലോട്ട് പോകും. ഞങ്ങൾ അവിടെ നിന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇനിയും മുകളിലാണ്, ഇതിന്റെ മുകളിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇതിന്റെ മുകളിലോട്ട് പോകും. അപ്പൊ നമുക്ക് പറയാം. ഓക്കെ ഗൈസ്, നമ്മളിതാ ഇതിന്റെ മുകളിലോട്ട് പോവുകയാണ്. ഇനി മുകളിൽ കയറി പോയിട്ട് അവിടെയാണ് PVR, അവിടെ പോയി നോക്കണം. ഓക്കെ ഗൈസ്,
പോയി നോക്കിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, നമ്മൾ PVR-ലെത്തി. PVR-ൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു കേട്ടോ. കയറാൻ സമയത്ത് കാണിച്ചില്ല. ടിക്കറ്റ് ബുക്ക് ചെയ്ത് നമുക്ക് അവിടെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു ബെഞ്ച് പോലത്തെ ഫോട്ടോ എടുക്കാനുള്ള. അവിടുന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുക്കും. പിന്നെ അതിന് ശേഷം അവിടെ നിന്ന് ഫോട്ടോ എടുത്തതിന് ശേഷം ഇറങ്ങിയിട്ട് അവിടേക്ക് ഡക്ക് ഫാന്റസിയാണ് ഞങ്ങൾ വാങ്ങിച്ചത്. അവിടെ നിന്ന് പുട്ട് ഐസ്ക്രീം കഴിച്ച്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പുട്ട് ഐസ്ക്രീം കഴിക്കുന്നത്. അമൂലിന്റെ ഒരു കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. അമൂലിന്റെ ഐസ്ക്രീം ആണ് കേട്ടോ. ഞാൻ ഇതാ പുട്ട് ഐസ്ക്രീം കഴിക്കണേ. നിങ്ങൾ ഈ കാണുന്നതിന്റെ ഫസ്റ്റ് ബൈറ്റ് ആണ് കേട്ടോ. കൊള്ളായിരുന്നു. ഓക്കെ, നമ്മളിതാ 12:25 ആവേശം മൂവി ഇറങ്ങുന്ന ഷോ ഉണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾ അവിടെ ഒരു സോഫ പോലത്തെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ഇരിക്കുമായിരുന്നു. അങ്ങനെ അവർ പറഞ്ഞവരിക്കും കാത്തിരുന്ന് ഞങ്ങൾ അങ്ങനെ കയറുവാണ് ഗൈസ്. ആവേശം മൂവി കാണാൻ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ സീറ്റും തപ്പി പിടിച്ച് നിൽക്കുമായിരുന്നു. ഇവിടുന്ന് എവിടെയാണ്, ഫസ്റ്റ് റോ ആണെന്ന് അറിയാം, ഫസ്റ്റ് സെക്ഷൻ ആണെന്ന് അറിയാം, ബട്ട് എവിടെയാണെന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ വന്നിരുന്ന് എൻ്റെ സീറ്റ് നമ്പർ 6 ആണ് കേട്ടോ ഗൈസ്. ഇപ്പൊ ഞാൻ സെന്ററാണ്. അമ്മ 5, ഞാൻ 6, ശനി 7 സിനിമ കണ്ടിട്ടാണ്. ഓക്കെ ഗൈസ്, നമ്മൾ സിനിമ കണ്ടു ഗൈസ്. സിനിമ അടിപൊളിയായിരുന്നു ഗൈസ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഹിപ്സ്റ്ററിന്റെ നടി ഫാസിൽ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ബേസിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹിപ്സ്റ്റർ ഉണ്ടായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇനി നമുക്ക് പാർക്കിംഗ് വരിക. ഓക്കെ ഗൈസ്, നമ്മൾ പാർക്കിങ്ങിലെത്തി. കണ്ടോ ഗൈസ്, നമ്മൾ വന്നപ്പോ ഒരു ഇത് ആൾക്കാർ പോലും ഇല്ലായിരുന്നു. നമുക്ക് ഗൈസ് നിറയെ വണ്ടി വന്നിട്ടുണ്ടോ. അപ്പൊ നമുക്ക് ഇനി ഇറങ്ങുവാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇനിയിപ്പോ ഇറങ്ങാൻ പോവുകയാണ്. ഇനി പുറത്തിറങ്ങിയിട്ട് നമുക്ക് കാണാം. ഓക്കെ, നമ്മൾ പുറത്തിറങ്ങി കേട്ടോ ഗായ്സ്. നമ്മൾ ഇനി വീട്ടിലോട്ടാണ്. ഞാൻ ലാസ്റ്റത്തെ വീഡിയോ എടുത്തില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.